ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടാക്കസ്ട്രീ. ഈ അങ്കമാലിക്കാർക്കുള്ള ഒരു സ്വകാര്യ അഹങ്കാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. അത് അങ്കമാലി മാങ്ങക്കറിയാണ്. വേറെ ആര് മാങ്ങക്കറി ഉണ്ടാക്കിയാലും എവിടെ നിന്ന് കഴിച്ചാലും എന്റെ അമ്മച്ചിയുടെ മാങ്ങക്കറിയാണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ എങ്ങനെയാ ആ ഒരു സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് വേർഷൻ കണ്ടുനോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റാം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സവോള ആഡ് ചെയ്യാം. കൂടെ കുറച്ച് കൂട്ടിന് ഒരു ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ കുറച്ചു നേരം മൂടി വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് റെഡിയാക്കിയാലോ. പ്രത്യേകിച്ച് റെഡിയാക്കാനൊന്നുമില്ല, അതേ ഇത് തുറക്കേണ്ട താമസേ ഉള്ളൂ. ക്യാനിലുള്ളത് എന്തൊരു സുഖാലേ. അല്ലെങ്കിൽ തേങ്ങ ചിരവണം, അത് അടിക്കണം. ബൈ നമ്മുടെ സവാള ചേട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവനെ കുറച്ചുകൂടി അങ്ങോട്ട് സുന്ദരക്കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും, കുറച്ചധികം മല്ലിപ്പൊടിയും. നോട്ട് ദ പോയിന്റ്, കുറച്ചധികം. കൂടാതെ കുറച്ച് ജീരകവും ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടികളുടെ റോ സ്മെല്ലൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള മാങ്ങയും കൂടെ ആഡ് ചെയ്ത് തട്ടിപ്പൊത്തി ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം. പിന്നെന്താ, കുറച്ച് തേങ്ങാപ്പാലിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അത് അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം. അതിങ്ങനെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് തുറക്കുമ്പോൾ കിട്ടണ സ്മെല്ലുണ്ടല്ലോ, അത് കഴിഞ്ഞ് പുളിയില്ലാന്ന് തോന്നാണെങ്കിൽ മാത്രം കുറച്ച് ചോർക്ക് ആഡ് ചെയ്യാം. ഇനി അതിനകത്തേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ആഡ് ചെയ്ത് കടുകൂറയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും ചുമന്നുള്ളിയും പച്ചമുളകും ഇച്ചിരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് അതൊന്നും അതിനകത്തേക്കും കൂടെ മിക്സ് ചെയ്ത് പതുക്കെ ഒന്ന് ഇളക്കി അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ എങ്ങനെയാ, മാങ്ങക്കറി വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാണ്ട് ഇച്ചിരി ചോറും മീൻ വറുത്തതും എടുത്ത് അത് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടണ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രീ. ബൈ.